നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മെസ്സേജ് ആരാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു മനസ്സിലാറോ നിങ്ങളെ ഫേസ്ബുക്കിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പോകുന്ന വഴിക്ക് സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു രീതി ഇടക്കിടക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അങ്ങനെയുള്ളവർക്കുള്ള ഒരു മെസ്സേജാണിത്. ഓക്കെ, ഒരു റീഡിംഗ് ആണിത്. അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത്, ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു, ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട് ആരോ നിങ്ങളെ സ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ശരിക്കും ഒരാൾ സ്പൈ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ ത്രെറ്റൻ ചെയ്യുന്ന മെസ്സേജസിൽ കൂടെ ഞാൻ ഇത് ചെയ്യും, നിന്നെ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു എനർജി എന്ന് വെച്ചാൽ ആർക്കോ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം. ഈവൻ ദോ ഇത് സ്പൈയിങ് ആണെങ്കിലും, എന്താ പറയുക, സ്പൈയിങ് ആണ്, നിങ്ങൾ ത്രെറ്റൻ ചെയ്യുന്നുണ്ട്, ബുള്ളി ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഇവർക്ക് ഒരു ഫാമിലി തുടങ്ങണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ടൊരു ഫാമിലി തുടങ്ങണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ടൊരു ഫാമിലി ആയിട്ട് തുടങ്ങണം എന്നുള്ള ഒരു രീതിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എനിക്കിവിടെ കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ അവരുടെ എന്തോ ഒരു സീക്രട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് പല രീതിയിൽ നിങ്ങൾ ഈ റീഡിങ് വായിക്കണം. ഒരു സിറ്റുവേഷനിൽ എനിക്കിവിടെ കാണുന്ന പലരുടെയും സിറ്റുവേഷൻ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ത്രെറ്റൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, എനിക്ക് ത്രെറ്റൻ ചെയ്താലും ഒരു ഫാമിലി നിങ്ങൾക്ക് ഒരുമിച്ചാവണം എന്നൊരു രീതിയാണ്. അപ്പം നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത്, നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കുമായിരിക്കും, ഒക്കെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്തു, അല്ലെങ്കിൽ നീ അൺബ്ലോക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ ഒരു ആൾക്കാർ. പിന്നെ ചിലത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവരുടെ എന്തോ സീക്രട്ട് അറിയാം. ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പ് മാത്രം നിങ്ങൾ വായിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊളീഗോ അല്ലെങ്കിൽ ഒരു സാധാ ഒരു ഫ്രണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊരു സീക്രട്ട് അറിയാം, പക്ഷെ നിങ്ങളത് പറയാനൊന്നും പോകുന്നില്ല. പക്ഷെ അവർക്കത് പേടിയാണ്, നിങ്ങൾ ഇനി അത് ആരോടെങ്കിലും പറയുമോ എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് നിങ്ങളെ ആ സ്പൈ ചെയ്യുന്നത്, സ്റ്റോക്ക് ചെയ്യുന്നത്, ആരോട് നിങ്ങൾ മിണ്ടുന്നു, നിങ്ങൾ ഈ ഇതിനെ പറ്റിയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ. അങ്ങനെ ചിലവർ ആ ഒരു ചിലവർക്ക് ഒരു കാർഡ്സ് എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഇവിടെ ഒരാളെ പറ്റി അറിയാം, അത് അവർക്ക് പേടിയാണ് നിങ്ങൾ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുമെന്ന്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് ഈ വ്യക്തി, ഓക്കെ, ഇത് റിലേഷൻഷിപ്പ് ആവാം, ഫ്രണ്ട് ആകാം. ഓക്കെ, ഈ വ്യക്തിക്ക് നമ്മൾ ആരാണ് ഈ വ്യക്തി എന്നാണല്ലോ കണ്ടുപിടിക്കാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്ലോസ് ഞാൻ തരുവാണ് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ വ്യക്തിയുടെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും ഞാൻ റെസൊനേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആക്കുവാണ്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ പൊള്ളിയുന്ന ആരോ ത്രെറ്റൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലവല്ല ഇപ്പൊ നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ട് ഇവർ നിന്നെ സ്പൈ ചെയ്യുന്നുണ്ടോന്ന്. അപ്പൊ ആരാണ്, ഓക്കെ, ആരും എന്നെ സ്പൈ ചെയ്യുന്നുണ്ട്, ആരാണ്. അപ്പൊ ഞാൻ ആരാണെന്നുള്ള ക്ലാരിറ്റി ആണ് കുറച്ചും കൂടെ തരുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ ഫാമിലിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ബിക്കോസ് അവര് വിചാരിക്കുന്നത് നിങ്ങൾ കാരണമാണ് അവരിങ്ങനെ ആയെന്ന്. ഓക്കെ, ഒന്നെങ്കിൽ അവരുടെ പാരൻസ്, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഉണ്ടെങ്കിൽ അവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ കാരണമാണ് ഇവരിങ്ങനെ മാറിപ്പോയത്. ഓക്കെ, അതുകൊണ്ട് ഇവരുടെ ഫാമിലിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ഓക്കെ, കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ ഇവിടെ കാണുന്ന സോഡിയാക് സയൻസ് ഞാൻ പറയാം. ഏരീസ്, സാജിറ്റേറിയസ്, സ്പൈസസ്, കാപ്രിക്കോൺ ആണ്. ഓക്കെ, അവരുടെ സൈൻ ആയിട്ട് കാണുന്നത്. ഇത് അവരുടെ സൈൻ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൈൻ ആകും. നിങ്ങളുടെ സൈൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഓക്കെ, കുറച്ചുകൂടെ കാർഡ്സ് എടുക്കാം. 2 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്ഡ് ആൻഡ് 3 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്ഡ്. സോ ഇവിടെ എനിക്കിവിടെ കാണുന്നത് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളെ പറ്റി, നിങ്ങളൊരു ഗോൾഡ് ലിക്കറാണ് എന്ന് വെച്ചാൽ അവരുടെ പൈസയ്ക്ക് വേണ്ടിയാണ് അവരുടെ കൂടെ നിന്നത്, അല്ലെങ്കിൽ പൈസ അടിച്ചു മാറ്റി, നിങ്ങൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പൈസ അടിച്ചു മാറ്റി എന്നൊക്കെയാണ് അവരുടെ മനസ്സ് നിങ്ങളോടുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഓക്കെ, സോ അവരൊരു ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. പക്ഷെ അതിനു മുമ്പേ ഒന്നെങ്കിൽ നിങ്ങളെ ത്രട്ടൻ ചെയ്തൊന്ന് പേടിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്പൈ ചെയ്യുക. ഓക്കെ, അവർ ഓൾറെഡി ഇത് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നൊരു കണക്ഷൻ അല്ല. ഓക്കെ, ഞാൻ നേരത്തെ ഫാമിലി ഫോം ചെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ക്ലാരിറ്റി കിട്ടിയത്. അവർക്ക് ഫാമിലി ഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ഫാമിലിയായിട്ട് ഒരുമിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഇനി അവരത് വരുത്തില്ല, അവരത് ഗുഡ് ബൈ പറഞ്ഞു പോവാണ്. പക്ഷെ ആ ഗുഡ് ബൈ പറയാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കുന്നു ഒക്കെ. ഓക്കെ, എന്ന് വെച്ചാൽ ഫിസിക്കലി ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയില്ല, മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട്. അതാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ഈ വ്യക്തി നിങ്ങളെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, എനിക്ക് കസിൻ, കൂടുതലൊരു സ്റ്റെപ്പ് പാരൻസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ,
പിന്നെ മദർലി ഫിഗർ. ഓക്കെ, മദർ എന്ന് പറയുമ്പോൾ അമ്മ തന്നെയാണെന്നല്ല, അമ്മയെ പോലെ നിങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തി ഒക്കെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സ്പൈങ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഞങ്ങൾക്കറിയാലോ, അല്ലാതെ നിങ്ങളെ മീൻസ് ഇത് ഞാനിപ്പോൾ എന്ത് ചെയ്യുവാണെങ്കിൽ മൊത്തത്തിൽ ഒരു എനർജി കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട്, ഓക്കെ, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ്. നല്ലൊരു ഫാമിലി പോലെ ഒന്നെങ്കിൽ നിങ്ങളെ മക്കളായിട്ട് കണ്ടു, അല്ലെങ്കിൽ ഭാര്യയായിട്ട് കണ്ടു, അല്ലെങ്കിൽ ഒരു ലവർ, അങ്ങനെ എന്തോ ഫാമിലി ആയിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തോ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു. ഓക്കെ, നിങ്ങൾ വലിയ കോണ്ടാക്റ്റിൽ ഇല്ലാത്തതായിട്ട് കാണുന്നു. അതുപോലെ നിങ്ങൾക്ക് അവരുടെ എന്തോ സീക്രട്ട് അറിയാം, അത് അവരെ പേടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളെന്താ പിണങ്ങി, ഓക്കെ, ഇനി ഈ സീക്രട്ട് അത് ആരോടെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ നീ ഇത് പറയില്ല, പറഞ്ഞാൽ നിന്നെ ഇത് ചെയ്യും, അത് ചെയ്യും, അങ്ങനെ ഒരു രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരിത് ഗുഡ് ബൈ പറഞ്ഞു പോവാണ്. ഇനി നിങ്ങളുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യില്ല. പക്ഷെ ആ ബന്ധം കീപ്പ് ചെയ്യാൻ എന്താ അവർക്ക് ബന്ധം വിട്ടു പോകണമെങ്കിൽ മനസ്സുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ റീഡിങ്. ഓക്കെ, അതൊരു ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റിയും ഒരിക്കലും റെസൊനേറ്റ് ചെയ്യില്ല. ബിക്കോസ് അതൊരു ചെറിയ മൈനോറിറ്റിക്ക് വേണ്ടിയുള്ളൊരു ഇതാണ്. ഇപ്പോൾ സ്പൈങ് എന്ന് പറഞ്ഞൊരു കോമൺ ടോപ്പിക് അല്ല. ഓക്കെ, എല്ലാവർക്കും നമുക്കിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ട് തോന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അവർ നിന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ, സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്ക് തോന്നത്തില്ല. ഓക്കെ, സോ ഇതൊരു ജസ്റ്റ് ചെറിയൊരു റീഡിംഗ് ആണ്, മൈനോറിറ്റിക്ക് വേണ്ടിയാണ്.